ഹലോ നമസ്കാരം കൂട്ടുകാരെ, മലയാളം PYQവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ചോദ്യം നോക്കാം. സ്ട്രോ മിനി ടീ കപ്പ് ശരിയായ മലയാള പദം എന്ത്? സ്ട്രോ മിനി ടീ കപ്പ് എന്നതിൻ്റെ ശരിയായ മലയാള പദം ചായക്കോപ്പിലെ കൊടുങ്കാറ്റ്. ചായക്കോപ്പിലെ കൊടുങ്കാറ്റ് എന്നതാണ് സ്ട്രോ മിനി ടീ കപ്പ് എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഓക്കെ, അടുത്തത് നോക്കാം. ആൻ ഓപ്പൺ സീക്രട്ട് പരസ്യമായ രഹസ്യം. ആൻ ഓപ്പൺ സീക്രട്ട് പരസ്യമായ രഹസ്യം. അടുത്തത് കൗണ്ടർ ബ്ലോസ്റ്റ് ഉരുളയ്ക്കുപ്പേരി. കൗണ്ടർ ബ്ലോസ്റ്റ് ഉരുളയ്ക്കുപ്പേരി. ടു ബീറ്റ് എബൌട്ട് ദ ബുഷ് കാടടച്ച് വെടിവെക്കുക. ടു ബീറ്റ് എബൌട്ട് ദ ബുഷ് കാടടച്ച് വെടിവെക്കുക. ക്രൊക്കഡൈൽ ടിയേഴ്സ് മുതലക്കണ്ണീർ. ക്രൊക്കഡൈൽ ടിയേഴ്സ് മുതലക്കണ്ണീർ. ഐവറി ടവർ ദന്തഗോപുരം. ഐവറി ടവർ ദന്തഗോപുരം. നേക്ഡ് ട്രൂത്ത് നഗ്നസത്യം. നേക്ഡ് ട്രൂത്ത് നഗ്നസത്യം. ടു റിപ്പ് ഇൻ ദ ബഡ് മുളയിലേ നുള്ളുക. ടു റിപ്പ് ഇൻ ദ ബഡ് മുളയിലേ നുള്ളുക. ഓക്കെ, അപ്പോൾ ഒന്നുകൂടെ നമുക്ക് റിവൈസ് ചെയ്യാം. സ്ട്രോ മിനി ടീ കപ്പ് എന്നാൽ ചായക്കോപ്പിലെ കൊടുങ്കാറ്റ്. സ്ട്രോ മിനി ടീ കപ്പ് ചായക്കോപ്പിലെ കൊടുങ്കാറ്റ്. അൻ ഓപ്പൺ സീക്രട്ട് പരസ്യമായ രഹസ്യം. അൻ ഓപ്പൺ സീക്രട്ട് പരസ്യമായ രഹസ്യം. കൗണ്ടർ ബ്ലോസ്റ്റ് ഉരുളയ്ക്കുപ്പേരി. കൗണ്ടർ ബ്ലോസ്റ്റ് ഉരുളയ്ക്കുപ്പേരി. ടു ബീറ്റ് എബൌട്ട് ദ ബുഷ്. ടു ബീറ്റ് എബൌട്ട് ദ ബുഷ് കാടടച്ച് വെടിവെക്കുക. ക്രൊക്കഡൈൽ ടിയേഴ്സ് മുതലക്കണ്ണീർ. ക്രൊക്കഡൈൽ ടിയേഴ്സ് മുതലക്കണ്ണീർ. ഐവറി ടവർ. ഐവറി ടവർ ദന്തഗോപുരം. ഐവറി ടവർ ദന്തഗോപുരം. നേക്ഡ് ട്രൂത്ത് നഗ്നസത്യം. നേക്ഡ് ട്രൂത്ത് നഗ്നസത്യം. ഇതൊക്കെ നമുക്ക് കിട്ടുമായിരിക്കും, കാരണം നേക്ഡ് നഗ്നം, ട്രൂത്ത് എന്ന് പറഞ്ഞാൽ സത്യം, അങ്ങനെ കണക്ട് ചെയ്തിട്ട് നമുക്ക് പഠിക്കാം. അല്ലാത്ത കുറച്ച് കാര്യങ്ങൾ ഇത് ഓപ്പൺ സീക്രട്ട് എന്ന് പറഞ്ഞാലും കിട്ടും അല്ലേ. പിന്നെ കൗണ്ടർ ബ്ലാസ്റ്റ് കിട്ടൂല, കാരണം ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്ക് കിട്ടില്ല. പിന്നെ അതുപോലെ ടു ബീറ്റ് എബൌട്ട് ദ ബുഷ് എന്ന് പറഞ്ഞാൽ, ബുഷ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ ചിലപ്പോൾ കിട്ടുമായിരിക്കും കാട്. ഓക്കെ, കാട് അടച്ച് വെടിവെക്കുക. അടുത്തത് ക്രൊക്കഡൈൽ ടിയേഴ്സ്, അതും കിട്ടുമായിരിക്കും. ഐവറി ടവർ. ടവർ എന്ന് പറയുമ്പോൾ ഗോപുരം, അങ്ങനെ ആകുമ്പോൾ അതും ഐവറി ടവർന്ന് കിട്ടും. നേക്ഡ് ട്രൂത്ത് നമ്മൾ പറഞ്ഞു. അടുത്തത് ടു റിപ്പ് ഇൻ ദ ബഡ്. ബഡ് എന്ന് കേൾക്കുമ്പോൾ തന്നെ അറിയാം എന്താണ്, മുളയാണെന്ന് അല്ലേ. അപ്പോൾ ടു റിപ്പ് ഇൻ ദ ബഡ് എന്ന് വെച്ചാൽ എന്താണ്, മുളയിലെ നുള്ളുക. ഓക്കെ, നോക്കാം അടുത്തൊരു ക്വസ്റ്റ്യൻ. ഏതു കൃതിക്കാണ് സുഗതകുമാരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചത്? കേരള സാഹിത്യ അക്കാദമി അവാർഡ് ഏത് കൃതിക്കാണ് സുഗതകുമാരിക്ക് ലഭിച്ചത്? ഏത് കൃതിക്കാണ്? പാതിരാപ്പൂക്കൾ. ഏതാണ്? പാതിരാപ്പൂക്കൾ. 1968. പാതിരാപ്പൂക്കൾ. ഓക്കെ, ഇപ്പോഴത്തെ ഒരു ട്രെൻഡാണ് എന്താ, സാഹിത്യകാരന്മാരുടെ കൃതികൾ അല്ലേ മുൻകാലങ്ങളിൽ കൊടുത്തിട്ടുള്ളതൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടേതായിട്ട് നമുക്ക് പഠിച്ചു വയ്ക്കാം. ഓക്കെ, അപ്പോൾ നോക്കാം മറ്റു കൃതികൾ ഏതെല്ലാമാണ്, അതിന് എന്തെല്ലാം ലഭിച്ചു എന്നുള്ളതും കൂടെ ഒന്ന് പഠിച്ചു വയ്ക്കാം. അടുത്തത് രാത്രിമഴ. രാത്രിമഴയ്ക്ക് 1978 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. അപ്പം സുഗതകുമാരിയുടെ രാത്രിമഴയ്ക്ക് 1978 കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിച്ചു. ഓടക്കുഴൽ അവാർഡിന് അർഹമായ സുഗതകുമാരിയുടെ കൃതിയാണ് അമ്പലമണികൾ. അമ്പലമണി 1982. ഓക്കെ, അപ്പോൾ അമ്പലമണി, അമ്പലത്തിലെ മണി, ഓടക്കുഴൽ എന്നൊക്കെ പറഞ്ഞിട്ട് കണക്ട് ചെയ്യുക. ഓക്കെ, അമ്പലമണി, ഓടക്കുഴൽ 1982. അടുത്തത് മണലെഴുത്ത്. മണലെഴുത്ത് സരസ്വതി സമ്മാനാണ് ലഭിച്ചത്. നോക്കൂ, സരസ്വതി, നമ്മൾ സരസ്വതി പൂജ അല്ലേ, വിദ്യാരംഭം, അതിനൊക്കെ എന്താ ചെയ്യുക, മണലിലാണ് എഴുതുന്നത് അല്ലേ, മണലിൽ. അപ്പോൾ മണലെഴുത്തും സരസ്വതി സമ്മാനമായിട്ട് കണക്ട് ചെയ്യുക. സുഗതകുമാരിക്ക് സരസ്വതി സമ്മാൻ നേടിക്കൊടുത്ത കൃതിയാണ് മണലെഴുത്ത്. സരസ്വതി സമ്മാൻ നേടിക്കൊടുത്ത കൃതി മണലെഴുത്താണ്. ആർക്ക്? സുഗതകുമാരിക്ക്. അപ്പോൾ ഒന്നുകൂടെ നോക്കാം. സുഗതകുമാരിക്ക് കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹമാക്കിയ കൃതിയാണ് പാതിരാപ്പൂക്കൾ 1968. 1978
കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് രാത്രിമഴ. വർഷം 1978. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് രാത്രിമഴ. അതുപോലെ ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അമ്പലമണി. അമ്പലം, ഓടക്കുഴലൊക്കെ ആയിട്ട് ഒന്ന് കണക്ട് ചെയ്യുക. 1982 സുഗതകുമാരിക്ക് ഓടക്കുഴൽ അവാർഡ് നേടിക്കൊടുത്ത കൃതിയാണ് അമ്പലമണി. അതുപോലെ സരസ്വതി സമ്മാൻ നേടിക്കൊടുത്ത കൃതിയാണ് മണലെഴുത്ത്. 2012 സുഗതകുമാരിക്ക് സരസ്വതി സമ്മാൻ നേടിക്കൊടുത്ത കൃതി ഏതാണ്? മണലെഴുത്ത്. ഓക്കെ, ഇതൊക്കെ ഒന്ന് ജസ്റ്റ് കണക്ട് ചെയ്ത് പഠിച്ചിരിക്കുക. അതിനു മുൻപ് എന്ത് ചെയ്യണം? രാത്രിമഴ, അമ്പലമണി, മണലെഴുത്ത് തുടങ്ങിയവ, പാതിരാപ്പൂക്കൾ തുടങ്ങിയവ സുഗതകുമാരിയുടെ കൃതികളാണെന്നും കൂടെ പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ കേരള സാഹിത്യ അക്കാദമി, കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, ഓടക്കുഴൽ, സരസ്വതി സമ്മാൻ എന്നിവയൊക്കെ നോക്കി. അപ്പോൾ ഏതൊക്കെ കൃതികളാണെന്നൊന്ന് പറഞ്ഞു നോക്കിയേ, കിട്ടുന്നുണ്ടോ നോക്കട്ടെ. ഒന്ന് കേരള സാഹിത്യ അക്കാദമി, പാതിരാപ്പൂക്കൾ. അടുത്ത കേന്ദ്ര സാഹിത്യ അക്കാദമി, രാത്രിമഴ. ഓടക്കുഴൽ ഏതാണ്? അമ്പലമണി. അടുത്തത് സരസ്വതി സമ്മാൻ, മണലെഴുത്ത്. കിട്ടിയോ? ഓക്കെ, ആ ഇയറും കൂടെ ഒന്ന് പഠിച്ചിരിക്കാം. ഓക്കെ, നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്